എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി ഭാഗത്ത് താമസിക്കുന്ന ജൈവ കൃഷിക്കാരനാണ്. എനിക്ക് യാതി, കൊടി, കൊക്കോ, കന്നാലി വളർത്തൽ, ആട് വളർത്തൽ, തേനീച്ച കൃഷി, ചെറിയ രീതിയിലുള്ള കൃഷിക്കാരനാണ്. ഞാൻ 40 വർഷം മുമ്പ് ഒരു മരത്തിൽ ഒരു ചെറുതേൻ്റെ കൂട് കണ്ടു. അത് കലത്തിനകത്താക്കിക്കൊണ്ട് വെച്ചു. അത് ഞാൻ ആണ്ടിൽ ഒരു പ്രാവശ്യം പകർത്തിയെടുത്തു. അന്ന് വലിയ കലങ്ങളിലൊക്കെ ആയിരുന്നു. അത് ഔഷധ ഗുണമുള്ള ചെറുതേനായതുകൊണ്ട് ഞാൻ അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് ഈ തേനീച്ചപ്പറ്റി കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോഴാണ് കൃഷി വകുപ്പും ആത്മ എന്നുള്ള പ്രസ്ഥാനവും കൂടി എനിക്ക് ട്രെയിനിങ് തരുകയും അവർ കോഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിനിങ്ങിന് വിടുകയും അവിടെ ചെന്ന് 2 ദിവസം ക്ലാസ് കൂടുകയും അതിനകത്ത് എനിക്ക് കൂടി സ്വല്പം കൂടെയൊക്കെ പരിജ്ഞാനം കിട്ടി. അതുകൊണ്ട് ഞാനിവിടെ വന്നു തേനീച്ച കാലത്തിൽ നിന്ന് പെട്ടിയിലേക്ക് മാറ്റാൻ നോക്കി. അങ്ങനെ ഓരോ വർഷവും പകർത്തി ഇപ്പോൾ എനിക്കൊരു 150 കൂട് തേൻ നിലവിലുണ്ട്. എനിക്കൊരു വർഷം ഇപ്പം നിലവിൽ ഒരു 40 കിലോ തേൻ കിട്ടും. 700 മില്ലി തേനും 1 കിലോ വെയിറ്റ് കാണും. അതിന് 3000 രൂപ വില വെച്ച് ഞാൻ 40 കിലോ തേനോളം ഇപ്പം നിലവിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ പകർത്തി തേനീച്ച കൂട് കോളനി നിലവിൽ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. 10, 15, 20 കോളനി ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ വകയിലൊരു കോളനിക്ക് 3000 രൂപ വില വെച്ച് കിട്ടുന്നു. എനിക്ക് മറ്റുള്ള കൃഷിയെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അധ്വാന ഭാരം ഇല്ലാതെയും ഒരു വിനോദമായിട്ട് തോന്നുന്ന ഒരു കൃഷിയാണ്. 5 സെൻറ്റ് സ്ഥലമുള്ളവന് ഒരു വീട് വെച്ച് കിടക്കുന്ന ഒരു ചെറിയ കൃഷിക്കാരൻ വീടിൻ്റെ ചുറ്റിനും തേനീച്ചക്കൂട് തൂക്കാൻ കണ്ടുപിടിച്ചു. ചെടിച്ചട്ടികൾ സംഘടിപ്പിച്ചു. അതിനകത്ത് തേനീച്ച പകർത്തി പെരയുടെ ചുറ്റിനും തൂക്കിയിട്ടു. അതെനിക്ക് ലാഭകരമായിട്ട് തോന്നി. അതൊരു ഭംഗിയായിട്ടും തോന്നി. നമ്മൾ ഈ ചെറുതേനീച്ച വളർത്തുന്ന സമയത്ത് പ്രത്യേകം ചില 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പെരയുടെ ചുറ്റിനും കെട്ടിയിട്ടേക്കുന്ന ഈച്ചയാവുമ്പം 10, 15, 20, 30 ദിവസം കൂടുമ്പോൾ നമ്മൾ ചുമ്മാ അതൊന്ന് നിരീക്ഷിച്ച് നോക്കണം. അപ്പം ചില സമയങ്ങളിൽ ഇതിൻ്റെ തേനീച്ചക്കൂടിൻ്റെ വാതിക്കലൊക്കെ ഈ ചിലന്തി വല, അതായത് ചുക്കിലി വല കെട്ടി ഈ ചിലന്തി വന്ന് ഈച്ച പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പിടിച്ച് തിന്നാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ഒരു മാസത്തിൽ 1-2 തവണയൊക്കെ ഈച്ച ചുക്കിലി വല ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ ബ്രഷോ ചൂലോ അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ട് തോണ്ടി ആ ചുക്കിലി വലയൊന്ന് കളയണം. കറുത്ത ഉറുമ്പുകൾ ഇതേ കൂടെ സാൻ്റെ കയറി പെട്ടിക്കകത്ത് കയറി നമ്മളെ ഈച്ച നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് ആ സമയത്ത് നമ്മൾ സ്വന്തം വേസ്റ്റ് തുണി എടുത്തിട്ട് ഈ ഓയിൽ, സാധാരണ കരി ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ, വെളിച്ചെണ്ണ അല്ലാത്ത എന്തെങ്കിലും ഇഞ്ചിൻ ഓയിൽ എന്തെങ്കിലും എടുത്ത് ഈ സ്റ്റാൻഡേ കൂടെ ഇങ്ങനെയൊന്ന് തൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് കയറത്തില്ല. നമുക്ക് തേനീച്ച വളർത്തൽ വിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളിന് മുറ്റത്ത് ചെടികൾ തന്നെ വേണമെന്നില്ല. നമുക്ക് ഈ ഒരു 500 മീറ്ററൊക്കെ പോയി ചെറുതേൻ പോയി തേൻ എടുത്തുകൊണ്ട് വരും. അത് തുളസി തൊട്ട് ചെറിയ ചെടികളിൽ നിന്ന്, കുറ്റിമുല്ലയിൽ നിന്ന് വരെ ചെറിയ ചെടികളിൽ നിന്ന് വരെയും തേനെടുത്ത് ഉൽപ്പാദിച്ചുകൊണ്ട് വരും. അതാണ് ഈ ചെറുതേന് കൂടുതൽ ഔഷധ ഗുണമുള്ളത്. കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള കൃഷിയോടൊപ്പം തന്നെ ഇത് വിനോദമായിട്ടും സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ചെറുതേൻ കൃഷി, മെലിപ്പോനി ഇനത്തിൽപ്പെട്ട നാടൻ ചെറുതേൻ ഈച്ചകളാണ് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആണ്ടിൽ ഒരു പ്രാവശ്യമേ തേൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഒക്ടോബർ, നവംബറിൽ കൂട് പകർത്തി വിഭജിച്ച് വെക്കാം. ഏപ്രിൽ മാസത്തിൽ തേനെടുക്കാം. അത് നല്ല അന്തരീക്ഷം തെളിഞ്ഞ സമയങ്ങളിലേ തേനെടുക്കാവുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്നതും മനസ്സുറച്ച് ചെയ്യാൻ പറ്റുന്ന ജൈവകൃഷിയാണ്. ജൈവകൃഷി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഉൽപ്പാദനം കുറവില്ല. ഞാൻ എല്ലാ കൃഷിയിലും എനിക്ക് നല്ല ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. കിട്ടുന്ന ഉൽപ്പാദനം വിപണിയെക്കാട്ടി കൂടുതൽ വിലയ്ക്ക് ഈ സുമീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കമ്പനി വിപണിയിലുള്ളതിനെക്കാട്ടി കൂടുതൽ വിലയ്ക്കെടുത്ത് എൻ്റെ വീട്ടിൽ വന്ന് തന്നെ അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്.